ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈവനിങ് ആണ്. ഒരു ഗെറ്റ് റെഡി തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വാവക്കുട്ടനെ റെഡിയാക്കി എടുത്ത് ഞാനും വാവക്കുട്ടും കൂടി ഒരു സ്ഥലത്തേക്ക് വാവക്കുട്ടനില്ല കേട്ടോ, ഞാനൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് വാവക്കുട്ടനെ റെഡിയാക്കി സെറ്റ് ആക്കിയിട്ട് നേരെ ബേബി സിറ്റിംഗ് ആക്കിയിട്ടുണ്ട് എനിക്ക് പോകാനായിട്ട്. പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ട്രിപ്പായിരുന്നു, അതുകൊണ്ട് അമ്മ വരുന്നവരെ വെയിറ്റ് ചെയ്യാനുള്ള ടൈം എനിക്കുണ്ടായിരുന്നില്ല. എയർപോർട്ടിലെത്തി വണ്ടിയും പാർക്ക് ചെയ്ത് ഉടൻ തന്നെ ചെക്ക് ഇൻ ചെയ്ത് ഞാൻ അകത്ത് കയറി. അങ്ങനെ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ വാവക്കുട്ടനില്ലാതെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എയർപോർട്ടൊക്കെ കുറച്ച് നല്ലധികം എക്സ്പ്ലോർ ചെയ്യാൻ കയറി. ഡ്യൂട്ടി ഫ്രീ കയറി നമുക്ക് അവിടെ ടെസ്റ്റിന് വെച്ചിരിക്കുന്ന പെർഫ്യൂമൊക്കെ എടുത്ത് അടിക്കുക, അതാണല്ലോ നമ്മുടെ മെയിൻ പരിപാടി. ആ കിടപ്പ് നോക്കിയ നമ്മുടെ ജി വാഗൻ എന്തായാലും കയറി. ഞാനൊരു ടിക്കറ്റ് അങ്ങ് എടുത്തു, കാരണം ഈ പ്രാവശ്യത്തെ ഫസ്റ്റ് വിന്നറിന് 1-2 കാറല്ല കേട്ടോ, 3 കാറാണ് കിട്ടുന്നത്. ഓണം വെക്കേഷന് നാട്ടിൽ പോകുന്നവർക്ക് വേണ്ടിയിട്ട് ഇവിടെ കിട്ടിലും കോംബോ പാക്ക് ഒക്കെ ഉണ്ട് കേട്ടോ. അതാകുമ്പോഴത്തേക്ക് നല്ല പ്രൈസ് ഡീലിന് കിട്ടും. ഞാൻ ട്രാവൽ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴേ ഫ്രണ്ട്സ് ഒരു ലിസ്റ്റ് അയച്ചു, പിന്നെ ഞാൻ അങ്ങ് എടുത്തു. കൂടെ വൈഫിന് ഒരു പെർഫ്യൂമും. പിന്നെ അവിടെ നിന്ന് 50 പിടിക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 20% ഡിസ്കൗണ്ട് സൺഗ്ലാസിനും പിന്നെ അതിന്റെ കൂടെ തന്നെ ഒരു ഗെയിം കളിക്കാനുള്ള വൗച്ചർ കൊടുക്കും. ഖത്തറിലേക്ക് പോകുന്നതുകൊണ്ട് നമുക്ക് ബോട്ടിൽ കൊണ്ട് ഇറങ്ങാൻ പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ ഷോപ്പ് ആൻഡ് കളക്റ്റിൽ വെച്ചു. അതാകുമ്പോൾ റിട്ടേൺ വരുമ്പോൾ എടുത്താൽ മതി. ഒരു ഗെയിമിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, യെസ് ദിസ് ഈസ് ദ വൺ. നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിൽ നല്ല അടിപൊളി എക്സ്പെൻസീവ് ഗിഫ്റ്റ് ഒക്കെ നിങ്ങൾ കാത്തിരിപ്പുണ്ടോ. എന്തായാലും ഒന്നും കിട്ടില്ല. ആ ഒരു ക്ഷീണത്തിൽ ഒരു കോഫിയും കുടിച്ച് ബോർഡിംഗ് ചെയ്തപ്പോഴോ ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ ഇനി ഒരു 30 മിനിറ്റ് എടുക്കും. ഞാൻ വീണ്ടും കറങ്ങിയത് ഹർമാഫിന്റെ ഈ ഒരു പെർഫ്യൂം ഒരു രക്ഷ ഉണ്ടെന്നില്ല. പിന്നെ എയർപോർട്ടിൽ പോകുന്നവരുടെ ഈ ഒരു ഷോപ്പ് ചെക്ക് ഇൻ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. കിട്ടിലും പ്രൈസിന് നല്ല അടിപൊളി പെർഫ്യൂംസ് ഒക്കെ ഉണ്ട്, അതും ഔട്ട് സൈഡ് കിട്ടുന്നതിനും ചീപ്പായിട്ട്. അങ്ങനെ ഫ്ലൈറ്റ് കയറി നമ്മൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ദോഹ ലാൻഡ് ചെയ്തതാ. ഈ വരുന്ന ആളെ നമ്മൾ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, നമ്മുടെ കാർ ഫീൽഡിലുള്ള എല്ലാവർക്കും അറിയാം. അച്ഛൻ്റെ ഇൻസ്റ്റൈഡിയും വണ്ടിയും കണ്ടിട്ട് ഞാൻ അറിയാത്തായിട്ട് ആരുമില്ല, നമ്മുടെ സ്വന്തം ഫ്ലൈങ് സ്ക്വയർ. അപ്പോൾ നമ്മൾ ഖത്തറിൽ പോയ എന്തിനാണെന്നുള്ള കാര്യം നമ്മൾ വൈകാതെ തന്നെ പറയുന്നത്. ഈവനിങ് പോയി നമ്മൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയപ്പോൾ നമ്മൾ ബഹ്റിൻ ലാൻഡ് ചെയ്തു. എയർപോർട്ടിലേക്ക് നേരെ ഡ്യൂട്ടി ഫ്രീ കയറി നമ്മുടെ ഷോപ്പ് ആൻഡ് കളക്റ്റിൽ നിന്ന് ബോട്ടിലും പെർഫ്യൂം എല്ലാം എടുത്തു. പിന്നെ ഒന്നും നോക്കിയാൽ നേരെ വണ്ടി എടുത്ത് വീട്ടിലേക്ക്, കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നേ. സോ